ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും റേസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബനാന ബോളാണ്. ഇത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല കിടു ഐറ്റമാണ്. നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ പഴമാണ് എടുത്തത്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അവിലാണ്. അവിലും കൂടി വേണം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇനി വേണം. 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ശർക്കര പാനിയാണ്. നമ്മുടെ വെള്ളം ഒന്ന് ഉരുക്കിയതാണ്. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ്. നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ശർക്കര പാനിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സ് വേണം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതാണ്, അതും കൂടി വേണം. ഇനി നമുക്കൊരു മസാല, ആദ്യം തന്നെ ഒരു പഴത്തിൻ്റെ ഒരു മസാല കൂട്ട് റെഡിയാക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂണ് പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങ ചിരവിയത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ തേങ്ങ മുഴുവനുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വെച്ചാൽ നല്ല ബ്രൗൺ കളർ ആകണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ഇനി നമ്മുടെ അവിലിട്ട് കൊടുക്കണം. നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് അവിലാണ്, അത് ഇട്ട് കൊടുക്കണം. അവിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി അല്പം ഏലക്ക പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അല്പം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി പഴം ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാരയും യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അടുത്തതായി നമ്മൾ എടുത്തു വെച്ച പഴം കൂടി ഇട്ട് കൊടുക്കണം. പഴം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ വെച്ച ആ വെള്ളം മുരിക്കിയത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പഴം ഇതിൽ നിന്നും ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഉടച്ചിട്ട് എടുക്കണം. ഇനി കുറച്ചും കൂടി വെള്ളം മുരിക്കിയത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പഴം ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചിട്ട് ഇതുപോലെ എടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബ്രെഡ് പൊടിയും കൂടി ഇനി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ടാണ് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കിതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബോളിൻ്റെ ഷേപ്പിലായതുകൊണ്ടാണ് ബനാന ബോൾസ് എന്ന് പേരിട്ടത്. നിങ്ങൾക്കിത് ബനാന കട്ട്ലേറ്റും ആക്കിയിട്ട് എടുക്കാം. നമ്മളിത് കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഒന്ന് ചൂടാറാൻ വേണ്ടിയാണ്. ചൂടാറിയതിന് ശേഷം ഇത് ഓരോ ബൗളാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് പൊടിയിലേക്ക് കോട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും ഒരു ബാറ്ററും കൂടി റെഡിയാക്കാം. ഒരു മുട്ടൻ്റെ ബാറ്റർ റെഡിയാക്കണം. ഞാനിവിടെ ഒരു മുട്ടയും പിന്നെ അല്പം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന്, പിന്നെ കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ മുട്ടൻ്റെ ബാറ്ററും കൂടി റെഡിയാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഓരോ ബൗളാക്കി എടുക്കാം. ഇനി കുറച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം.
പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സ്നാക്ക് തന്നെയാണ്. അങ്ങനെ ഇതുപോലെ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി ഓരോ ബോളും എടുത്തിട്ട് ഒന്ന് മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ബ്രെഡ് പൊടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഇനി റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനായി ഞാനിവിടെ നേരത്തെ തന്നെ ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം വെന്ത് വന്ന സാധനമാണ്. പഴവും എല്ലാം നന്നായിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇപ്പോൾ ഇതാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബനാന ബോൾസ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റണം. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾ പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോസുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.